മമ്മി, അവിടെ മാഷ് കല്യാണത്തിന് സമ്മതിക്കാതെ പിടിച്ച പട്ടിയെ പോലെ നടക്കുക. പക്ഷെ ഈ കല്യാണം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അയാളെ കൂടെ അറിയിക്കണ്ടേ? നമ്മള് മുന്നോട്ട് പോവാതെ അനങ്ങാതിരുന്ന ആയിരപ്പറയിലെ കിങ്കരന്മാർക്ക് അതൊരാശ്വാസമാവും. അത് വേണ്ട. ആരുമില്ലാത്ത മമ്മിക്കും എനിക്കും ഞാൻ അമ്മാവനെയും വേറെ കുറച്ച് ബന്ധുക്കളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ ആയിരപ്പറയിലേക്ക് ആ കള്ളുകൂടിയൻ ശാന്തപ്പൻ എത്തിച്ചോളും. കുറച്ച് കാശ് ചെലവായി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താ ഗുണം മോളെ? ഗുണം മാത്രമേ ഉള്ളൂ മമ്മി. നമ്മുടെ റിലേറ്റീവ്സ് അവിടെ ചെന്ന് ആയിരപ്പറയെ തിരിച്ചു വച്ചോളും. ഒരു കൂട്ടയടി നടക്കും അവിടെ. അവിടെ മാഷിന് അഭിമാനം രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വരും അരവിന്ദിന്റെ കല്യാണം നടത്താമെന്ന്. ആ വീട്ടിൽ കയറി മാഷിന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നാലേ എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുള്ളൂ. നാളെ നമ്മൾ ചവിട്ടാൻ പോകുന്നത് അയാളുടെ നെഞ്ചത്താ, ആ മാഷിന്റെ. ബാലമാമൻ ഒരെതിരും പറയാതെ എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുന്നു. അമ്മ എന്ത് തീരുമാനിക്കുന്നു അതാ ഇവിടെ നടക്കുന്നത്. അച്ഛന് താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ചും കൗശലം കാട്ടിയും സമ്മതിപ്പിക്കുക. അതെ, അച്ഛന്റെ കാര്യത്തില് എനിക്ക് ടെൻഷനുണ്ട് കാക്കോത്തി. അമ്മയുടെ തീരുമാനത്തിന് കീഴ്പ്പെട്ട് പോകുന്നു. ബന്ധുക്കളെ വിളിച്ച് ചോദിക്കുമ്പോ ബാലമാമൻ വേറെന്ത് പറയാനാ? കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പറയണം. അച്ഛൻ എന്താ നോക്കാനുള്ളത്? അവരാരുടെയും ചെലവിനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അസൂയ കാണിക്കാനും കുറ്റം പറയാനും മാത്രം കുറെ ബന്ധുക്കൾ. കരയോഗത്തിൽ വെച്ച് സംസാരിച്ചുകൊണ്ടായിരിക്കും. ഈ കരയോഗക്കാരെയും ചേർത്താ ഞാൻ പറഞ്ഞത്. അവരെന്തിനാ നമ്മുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത്? അത് പതിവാണല്ലോ. നമ്മുടെ മാത്രല്ല, കരയോഗ മെമ്പറുടെ വീട്ടിലെ എന്ത് കാര്യത്തിനും അവരിടപെടാറുണ്ട്. അത് ഒരു നല്ല കാര്യല്ലേ? ഡിവോഴ്സ് ആവുന്നവരെ പോലും പറഞ്ഞു മനസ്സിലാക്കി പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ആ കൊച്ചേട്ടൻ വിഷമിക്കണ്ട. ബാലമാമൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നമ്മളെക്കാൾ ബുദ്ധിയും വിവരവും ഒക്കെയുള്ള ആളല്ലേ. മനസ്സിലൊന്നും കാണാതെ ബാലമാമൻ ഒന്നും ചെയ്യില്ല. ആവോ, എനിക്കറിയില്ല. നാളെ എന്ത് നടക്കണമെന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അമ്മയും അവനും. എടാ മോനെ, നാളത്തെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ നടന്നൊന്ന് ആലോചിച്ച് നോക്കേ. എന്ത് അയാള് സംസാരിച്ചത്? എല്ലാവരോടും വരാൻ പറഞ്ഞു കേട്ടില്ലേ? അങ്ങേർക്ക് ബുദ്ധി വെച്ചോ? എനിക്ക് അത്ഭുതമാ തോന്നിയേ. കരയോഗക്കാര് മാഷിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണത്തിന് എതിര് നിൽക്കരുതെന്ന്. നമ്മൾ പറയുന്നത് കേട്ട് തലയാട്ടി നിൽക്കാന്നല്ലാതെ അയാളെ കൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ട് തലയാട്ടി നിൽക്കുന്ന ആളല്ല അമ്മയുടെ ഭർത്താവ്. അതൊക്കെ പണ്ട്. അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ നിന്നിട്ട് പിന്നി കുത്തും. അതാ സ്വഭാവം. ഏയ് ഇല്ലടാ. തലതിരിഞ്ഞ മാഷേ, നമ്മളെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ സമാധാനത്തോടെ നമ്മുടെ തീരുമാനം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. നമ്മളൊന്ന് കരുതിയിരുന്നേ പറ്റൂ. നമുക്ക് അനുഭവമുള്ളതല്ലേ ശ്രേയമായുള്ള കല്യാണം നടത്തരാന്ന് പറഞ്ഞ് ഒത്തെല്ലാം തിരികെ എഴുതി വാങ്ങിയത്. അതുപോലൊരു ചതി അയാളുടെ മനസ്സിലുണ്ടോന്ന് എനിക്ക് സംശയം. ഹേ, ഒരു സംശയം വേണ്ട. നിന്റെ അച്ഛനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അയാളുടെ ഒരു ചതിയും ഇനി എന്റെ അടുത്ത് നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ല.
ചേട്ടൻ പറഞ്ഞ പോലെ